Hello guys, welcome back to a new video from Abhi Funku. So guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് ട്രാഫിക് റേസർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൽ നമുക്ക് ഫസ്റ്റ് ഇതൊരു റേസർ ഗെയിമാണ്, അല്ല കുറച്ച് പേരൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വണ്ടി, ഒരു പിക്കപ്പാണ്. ഏത് പിക്കപ്പാണെന്ന് എനിക്കറിയത്തില്ല, പഴയ കാലത്തുണ്ടായതൊന്നും. ഇത് മാത്രമല്ല, കുറേ വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇതുണ്ട് മറ്റേ ഹെർബി ഫുള്ളി ലോഡർ എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിലത്തെ വണ്ടിയാണ്. എനിക്ക് വണ്ടി ഇഷ്ടമാണ്. സിനിമയിൽ അത് 100-ൻ്റെ വിലയൊക്കെ പോകും, പക്ഷേ ഗെയിമിൽ ഇത് ഇത്രേൻ്റെ വില പോകുന്നതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. പിന്നെ ഇത് നമ്മുടെ ഇതുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് ഏകദേശം നമ്മുടെ ഹഡ്സൺ ഹോർണറ്റിൻ്റെ വണ്ടി പോലെ ഉണ്ട്. പിന്നെ ഒരു സാധാരണ മസിൽ കാറുണ്ട്, പിന്നെ ഒരു പഴയ ജീപ്പ് ഉണ്ട്. അപ്പോൾ ഇത്ര വണ്ടികൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ തൽക്കാലം ഈ ഹഡ്സൺ ഹോർണറ്റിൻ്റെ വണ്ടി എടുത്ത് കളിക്കാം. പിന്നെ ഡെയിലി ബോണസ് അത് ആംബുലൻസിന് കിട്ടും. നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് സബ്റൈന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യം ചെയ്യാൻ വെറുതെ വണ്ടി പിടിച്ചാൽ മതിയോ. ഇനി നമുക്ക് വേറെ എവിടെയൊക്കെ നോക്കി നോക്ക്. ഇത് കൊള്ളാം. ഓക്കെ, സൺറൂഫൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഉണ്ടോ ഇതിൽ? അതേ വേഗം അവനടിക്കാൻ പറ്റിയില്ല, എതിരാട്ടെ. പഴയ പിക്കപ്പൊക്കെ ഉണ്ടത്. പിന്നെ ആദ്യ ഗെയിം അല്ല ടൈം റഷ്. പിന്നെ നമ്മൾ ആദ്യ ഗെയിം കളിച്ചപ്പോൾ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചേട്ടാ. മിക്കവാറും പുതിയ അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവും. കുറേ വർഷങ്ങൾക്ക് ശേഷം മിക്കവാറും അപ്ഡേറ്റ് വന്നു. എന്തായാലും കൊള്ളാം, വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്കൊന്നും എല്ലാ വണ്ടികളും പോയിന്നാണ്, പഴയ വണ്ടികളൊക്കെ പോയിന്നാണ് എനിക്ക് ആകെ ഓർമ്മ ഉള്ളത്. ഇത് പഴയ വണ്ടിയാണ്. ഇത് പഴയതാണെന്ന് അത് പോയിട്ടില്ലല്ലോ. മിക്കവാറും പഴയ വർഷം കൊണ്ടുവരാൻ വേണ്ടിയിരിക്കും അതെങ്ങനെ. ഒഴിച്ച് കേസാ പിക്കപ്പിൽ. അതോടെ മറ്റേ പിക്കപ്പല്ലേ പഴയത്. ചേട്ടൻ നെക്സോണൊക്കെ പോകുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വേറൊരു പിക്കപ്പുണ്ട്. ഇത് വണ്ടി അറിയത്തില്ല. വന്ന വണ്ടി ഇടിച്ച് കുഴപ്പമില്ല. ചെറിയ ജീപ്പൊക്കെ പോകുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, കൊള്ളാം. ഓക്കെ, നമ്മൾ എത്ര ഓവർടേക്ക് ചെയ്താണോ നോക്കാം. ഞാൻ വേടിച്ച് നെറ്റ് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റ് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അറിയാം. ഓക്കെ, നമ്മൾ 20 പ്രാവശ്യം ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 1500 കോയിൻസ് കിട്ടി. കോയിൻസ് എനിക്ക് അറിയത്തില്ല. ഇതിലിപ്പോൾ തന്നെ ഇതിലിപ്പോഴാണെന്ന് തോന്നുന്നു മിഷൻ വന്നത്. കണ്ട മിഷൻസ് റീച്ച് മാക്സ് കോംബോ 5, ഫിനിഷ് 1 വേ 2 ടൈംസ്, പിന്നെ ഡ്രൈവ് ഇൻ ഡെസേർട്ട് 5 കിലോമീറ്റർ ബെസ്റ്റ്. തൽക്കാലം 1 വേ കളിക്കാം. ഓക്കെ, നമുക്ക് ഡെസേർട്ട് എടുക്കാം. 1 വേ ഇത്തിരി ടഫാണ്, കുഴപ്പമില്ല. 1 വേ അത്രയ്ക്ക് ടഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹഡ്സൺ ഹോണറ്റ് അവിടെ കഴിക്കുന്നത്. ഹഡ്സൺ ഹോണറ്റ് ടൈം ട്രയൽ എടുക്കണം. അതിൽ തോറ്റു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും കളിക്കാൻ പറ്റും. പക്ഷേ ഇതിലേക്ക് ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ തോന്നുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് എല്ലാം കൂടെ ഫസ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് പിന്നെ ഹഡ്സൺ ഹോണറ്റിന് വേണ്ടി ഇഷ്ടമുണ്ടോ. ഹഡ്സൺ ഹോണറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ബ്ലൂ കളർ അടിച്ചപ്പോൾ കറക്റ്റ് ഹഡ്സൺ ഹോണറ്റ് ഇതിനേക്കാളും സ്പീഡിൽ പോയി. പക്ഷെ എൻ്റെ പൊന്നോ. അപ്പോൾ ഹഡ്സൺ ഹോണറ്റ് ആർക്കും അറിയാത്തത് വെച്ച് കഴിഞ്ഞ് മറ്റേ ഡിസ്നിയുടെ ഒരു സിനിമയില്ലേ കാർസ്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇടിച്ചു വണ്ടിയുമല്ല, പിന്നല്ല, അതാണ് മാസ്. റേഞ്ച് റോവറൊക്കെ ഉണ്ട് വണ്ടി ഓട്ടറ. ഹോണറ്റ് മാറും, അതെനിക്കറിയാം. ഞാൻ മുമ്പ് കുറേ കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യണത് ആദ്യമായിട്ടാണ്. നമ്മൾ അവസാനമായിട്ട് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബസ് നാഷൻ ഇന്തോനേഷ്യ കളിക്കുന്നത്. അതും ഞാൻ ആദ്യം ഇത് തന്നെയാണെന്ന് പറഞ്ഞത്. മുമ്പ് കുറേ കളിച്ചിട്ടുണ്ടെന്ന്. അടിച്ച് എത്ര ടൈം പ്രശ്നം നമുക്കറിയാം. എത്ര ആയിട്ടുള്ളൂ. നമുക്ക് ഏകദേശം 20,000 കോയിൻസെങ്കിലും വേണം ഈ സ്നോയി എന്ന് പറഞ്ഞ സ്ഥലം മേടിക്കാൻ. ഈ സ്ഥലങ്ങൾ ഞാൻ ഓൾറെഡി മേടിച്ചതാണ്. നമുക്ക് ആറ്റ എടുക്കാൻ. ഞാൻ 2 വേ ആണ് എടുക്കണത്. 2 വേ ആണെന്ന് തോന്നുന്നു എടുത്തത്, അറിയത്തില്ല. 2 വേ എനിക്കറിയാം. അതുകൊണ്ട് യഥാർത്ഥ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് എനിക്ക് തോന്നുന്നു ഇവർ എല്ലാ വണ്ടികളെയും പേഴ്സ് തോന്നുന്നുണ്ട് ഈ ഗെയിമൊക്കെ ഉണ്ടാക്കി. അതായത് നമ്മുടെ ഇന്ത്യയിലത്തെ കാണുന്ന നല്ല വണ്ടികളുണ്ട്, അല്ല ഈ ലോകത്ത് കാണുന്ന നല്ല വണ്ടികളുണ്ട്. ഇതിൻ്റെ നെക്സോണൊക്കെ ഉണ്ടാവും. ഔഡിയുടെ മറ്റേ വണ്ടി, ജി വാഗൻ, പിന്നെ റേഞ്ച് റോവറിൻ്റെ മറ്റേ വണ്ടി,
എല്ലാ വണ്ടികളുണ്ട്. പക്ഷേ ഈ വണ്ടി ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നമ്മുടെ ഈ ഗെയിമിൽ ആദ്യം ഉണ്ടായതാണ്. ഓക്കെ, എൻ്റെ വേറെ നെക്സോൺ ഉണ്ട്. മുമ്പിൽ മറ്റേ പഴയ പിക്കപ്പ് ഉണ്ട്, വണ്ടി മാറ്റിയേ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അയ്യോ ഇടിച്ച്. അതെ, ന്യൂബാണ് കേസ്. ന്യൂബ് യാത്രിക് ന്യൂബല്ല, എന്നാലും ഇന്നോട്ടെ. ഓക്കെ, അടുത്ത കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് മ്യൂസിക് എന്ന് പറയാൻ മാത്രമാണ് ബെറ്റർ. ബാക്കി സൗണ്ടൊക്കെ ഓക്കെ, പക്ഷെ മ്യൂസിക്കാണ് പറയാൻ ബെറ്റർ. ഓക്കെ, ഞാൻ കുറച്ചേരം മിണ്ടാണ്ടിരിക്കുക, കാരണം എനിക്കാരും ഇടിക്കാൻ ചാൻസ്. അതുകൊണ്ട് ഓപ്പോസിഷനിൽ കയറുന്നതിന് ഒരു വേറെ സാധനം ഉണ്ട് കേട്ടോ. അയ്യോ, ഇപ്പം കൊണ്ട് താങ്ങിയാനെ മറ കാറുകാരൻ. മറ്റേ ജീവകൻ വീണ്ടും കണ്ടു. ജീവകാരൻ തോന്നുന്നു. നമ്മൾ മാസമാണ് പിന്നല്ല. ഞാൻ ഈ ഗെയിമിൽ പണ്ട് മുതൽ പ്രോയായിരുന്നു, ഇപ്പം അത്രയ്ക്കല്ല. കാരണം ഇപ്പം ഞാൻ ഈ ഗെയിം കളിക്കാറേ ഇല്ല. പറയണ്ട, പ്രോ എന്ന് പറഞ്ഞില്ലേ, അതാണ്. ഇനി പ്രോയിസർ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. കണ്ടേ പ്രോയിസർ. ഈ പ്രോയിസർ എപ്പോഴാണോ തീരെ. നമ്മൾ 57 എടുത്തോ. അയ്യോ ഇടിച്ച്. പക്ഷേ ഇത് ബ്രേക്കിംഗ് ഞാൻ ഫുള്ളാക്കിയിട്ടിട്ട് ബ്രേക്ക് പിടിക്കുന്നത് പതുക്കുക. എന്താണോ വരാട്ടെ. നമ്മൾ 2 മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് 500 കോയിൻസ് കിട്ടും. നമുക്കിനി 3000 കോയിൻസ് ഇനി വേണം. ആഡ് കണ്ടു കഴിഞ്ഞാൽ 1000 കോയിൻ കിട്ടും. അത് വേണ്ട, അത്രയ്ക്ക് വേണ്ട. കാർ കളക്ഷൻ. ഇനി 10 കാറും കൂടെ എടുത്ത്, അല്ല ഇനിയും കൂടെ 5 കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ കിട്ടുന്നു. പിന്നെ ഒരു സൂപ്പർ കാറുണ്ട്. കാരണം സൂപ്പർ കാർ അതിങ്ങനെ ആവട്ടെ. നമുക്കെന്താ, നമുക്കാണെങ്കിൽ വണ്ടിയൊക്കെ മേടിക്കാം. നമുക്കിൻ്റെ ആൾക്കാരും ഈ ജീപ്പ് എടുത്ത് പിടിക്കാം. ആ ആൾക്കാർ ഇതിൽ ഏതൊക്കെ വണ്ടി ഉണ്ടോ നോക്കി കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇതാണ് എത്രാമത്തെ വണ്ടി, ലാസ്റ്റ് ഇടുന്ന വണ്ടി ഏതാണ്? ഓക്കെ, ഇത് വണ്ടിയാണോ അറിയില്ല, പഴയത് വണ്ടിയാണ്. ഇതേതോ വാനാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇത് കണ്ടിട്ട് മറ്റേ സ്വിഫ്റ്റ് പോലുണ്ട്. എൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടിട്ട്. ഇതെല്ലാവർക്കും അറിയാം, ഔഡിയുടെ വണ്ടി. ഔഡിയുടെ ഏത് വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതേത് വണ്ടി? 1,000 കൊടുത്ത് കഴിഞ്ഞ വണ്ടി കിട്ടും. മറ്റേ VWൻ്റെ വണ്ടി എനിക്കറിയാം. ഇത് മറ്റേ നിസാൻ്റെ വണ്ടിയാണ് കേട്ടോ. എൻ്റെ പ്ലേറ്റ് പോകുന്നത് കണ്ട. ഇത് പിന്നെ മറ്റേ BMWൻ്റെ പഴയ വണ്ടിയാണ്. ഇത് നമ്മുടെ കാർ കളക്ഷനിൽ അവൈലബിളായ ഒരു വണ്ടിയാണ്. പിന്നെ ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. എന്നിട്ടിത് അംബാസഡറൊക്കെ ഇടുന്നില്ല, കൊള്ളാലോ. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഇതും ഏതോ സൂപ്പർ കാറാണ്. ഈ വണ്ടിയാണ് ഞാൻ മുമ്പ് കുറേ മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു വീണ്ടും ഒന്നര കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഏതോ കാറാണ്. ഇതും ഏതോ കാറാണ്. ഇതാണ് മറ്റേ വണ്ടിയല്ലേ, മറ്റേ നിസാൻ GTR. എനിക്ക് അറിയാത്, അവർ കണ്ടിട്ടുണ്ട്. ഇതും ഏതോ വണ്ടിയാണ്. ഇതും മറ്റേ മെർസിഡീസിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ട് കാണുമ്പോഴേ അറിയാം. ഇത് മറ്റേ മാൻ്റെ ട്രക്കാണ്, എനിക്കറിയാം. ഇത് പിന്നെ ഏതോ വണ്ടിയാണ്. ഓക്കെ, ഇതെന്ത്? ഞാൻ വിചാരിച്ചു നിസാൻ GTR ആയിരിക്കുന്നു. ഇപ്പോഴത്തെ ഇതേതോ വണ്ടിയാണ്. ഇത് BMW. അതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ മനസ്സിലാവും ഇതേതോ വണ്ടി. മറ്റേത് റേഞ്ച് റോവറൊക്കെ ഉണ്ടതില്ല. കൊള്ളാം. ഇവിടെ വേറെ ഔഡിയുണ്ട്. ഔഡിക്ക് 2 ലക്ഷം രൂപയാണ്. എന്ത് ചെയ്യാനാ, കാശ് കൂട്ടി അവരെടുത്തില്ലേ. ഓക്കെ, ഇതൊക്കെ കാർ കളക്ഷനിൽ അവൈലബിളാണ്. പിന്നെ ഇത് മറ്റേ BMW തന്നെ, വേറെ ഒരു BMW SUV കാർ. ഇത് ഈ കാറുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പോലീസ് കേസ് കളിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇത്ര ബെസ്റ്റ്. അത്രയും കാശൊക്കെ കൊടുക്കാമെങ്കിൽ ഒരു കാർ തന്നെ ഒരു 5-6 കാറൊക്കെ മേടിക്കാമല്ലോ. ഓക്കെ, ഇത് പോർഷയുടെ കാറാണ്. ഇത് മറ്റേ നിസാൻ്റെ വണ്ടിയാണെന്നുണ്ട്. അല്ലേ കണ്ടിട്ട് അത്രയ്ക്കൊന്നും തോന്നില്ല. ഓക്കെ, ഇത് വണ്ടിയാണ്. നിസാൻ GTR. പിന്നല്ല. ഓക്കെ, ലംബോർഗിനി ഹുറാക്കൻ ഉണ്ട്. അതും അതൊക്കെയാണ്. ബുഗാട്ടി. ബെസ്റ്റ്. 1 മില്യൺ ക്യാഷ്. എടാ, എങ്ങനെയാണ് ഇതൊക്കെ മേടിക്കുന്നത്? ഹൗ ഈസ് ദിസ് പോസിബിൾ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, മറ്റേ പഗാനയുടെ വണ്ടി ഉണ്ട് കേട്ടോ.
ഇത് നമ്മളെ മറ്റേ ഇന്ത്യൻ തെഫ്റ്റ് ഹോട്ടലുള്ളതാണ്, എനിക്കറിയാം. ഓക്കെ, ഇതുണ്ടിയോ കണ്ടൊരു ന്യൂ ജനറേഷൻ വണ്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത് ഇതെന്നിട്ട് ലംബോർഗിനിയാണ്. ലംബോർഗിനി അല്ലേ, വേറെ വണ്ടിയാണ്. വണ്ടി ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എത്ര വണ്ടികളുള്ളൂ ഈ ഗെയിമിൽ? ഇത്ര വണ്ടികളൊക്കെ മതി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്ത് കളിക്കാം, രൂപ എടുത്ത് കളിക്കാം. മിക്കവാറും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് കുറച്ച് അടിക്കും, കാരണം അതിൻ്റെ പാട്ടൊക്കെ നമുക്ക് അടുത്ത പാട്ടില്ല. സൂപ്പർ കാറൊക്കെ അടിക്കണത് വേറെ പാട്ടിലേക്ക് ഇടാൻ പോണത്. മിക്കവാറും ഇത് 5-6 പാട്ടൊക്കെ ഉണ്ടാവും. ഇയാൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കാരണം പുതിയ ഗെയിമൊക്കെ നമ്മൾ കളിക്കുകയാണെങ്കിലേ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡ് ഉണ്ടോ? ടെസ്റ്റ് 130 അത്ര സ്പീഡ് വരെ പോത്തുള്ളൂ ഈ വണ്ടി. ജസ്റ്റ് ഇടിച്ച് കുഴപ്പമില്ല, നമ്മൾ അതങ്ങനെ കടന്നില്ല, സമാധാനം. ഇത് ഇവിടെ പിന്നെ ഭയങ്കര ഓറഞ്ച് വെറൈറ്റി കൂടുതലാണ് കേട്ടോ. ഈ സ്ഥലം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്നോയി എങ്ങനെ അടിക്കും ആർക്കറിയാം, തിരക്കിട്ട് നോക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ ഓവർടേക്ക് വരും, തിരക്കില്ല ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഓവർടേക്ക് ചെയ്ത് ഈ ക്ലോസ് ഓവർടേക്ക് കേട്ടോ നമ്മൾ ചെയ്യേണ്ട. രണ്ട് വേറെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. പക്ഷെ ക്ലോസ് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതാണ് ഈ ഗെയിം പ്രത്യേകത. എല്ലാ ഗെയിമിലും പ്രത്യേകത അങ്ങനെയല്ല, ഒരു ഷോട്ട് ഓടിച്ച്. പക്ഷേ നമ്മളെ ആ കാർ ദുബായിലേക്ക് അങ്ങ് കൊണ്ടുപോയി. കുഴപ്പമില്ല, ഈ കളിയിലും കാരണം എനിക്ക് 20,000 വരെ കിട്ടാണ്ട് ഞാൻ ഈ കളി ഇവിടെ നിർത്തുകയാണ്. അതാണ് ഇതെൻ്റെ ഓർഡറാണ്. എന്തോന്ന് ഓർഡർ അങ്ങനെ കുറേ പറഞ്ഞ് ഫേസ് ക്യാം വെച്ച് കളിക്കാൻ. അത് കളിക്കാനുണ്ട്. വരുമ്പോൾ നമുക്ക് എന്നെ പറയുന്നതല്ലേ, കുഴപ്പമില്ല. കുറേ പേര് പറയുന്നുണ്ട് ഫേസ് ക്യാം വെച്ച് കളിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന്ത എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കളിക്കണമെന്നുണ്ട്. പക്ഷേ ഫേസ് ക്യാമിന് പറ്റി നല്ല ഇത് പഠിച്ചിട്ടില്ല. എന്ത് മറ്റേ ക്യാമറ ഉണ്ടാവില്ലേ വേഷമൊക്കെ ഇങ്ങോട്ട് കണ്ടത്, അത് മേടിച്ചിട്ടില്ല. കാരണം അത് മേടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യും. ഇടിച്ച് ആ ട്രക്കമ്പല്ല, ആ കാറുമ ഞാൻ അവിടെ സംസാരിച്ച് പോകുന്നതിനിടെ കണ്ടില്ല. പക്ഷേ ഓക്കെ, അടുത്ത കളി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മ്യൂസിക് എന്ന് പറയാൻ മാത്രം കേട്ടോ ബെറ്റർ. ഓക്കെ, രക്ഷപ്പെട്ട് ഇങ്ങനെ കുറേ പേര് ഈ ഗെയിമിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആൾ ചുമ്മാ കയറി പോവുക, വണ്ടികളൊക്കെ ആൾക്ക് സൈഡ് കയറി, പക്ഷെ നമുക്ക് സൈഡ് വരില്ല. ഓടിച്ച് കാറിന് തിരിച്ചിരിക്കുന്നു. ആ കാറിന് ഇത് ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് ഞാൻ അത്രയ്ക്കും പറഞ്ഞത്. കുഴപ്പമില്ല, നമ്മൾ 20,000 എത്തിക്കാനായിട്ട് ഇനി 1,000 കൂടെ മാത്രം മതി. അത് ഈ കളിയില്ലെങ്കിൽ എനിക്ക് 1000 എത്തിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇടിച്ചില്ല. അയ്യോ പിന്നെ ഈ കീഴിൽ ഞാൻ അധികം എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടാ. എഡിറ്റിംഗ് ഇല്ലാണ്ട് ഇടുന്നതിലാണ് ഒരു സുഖം. ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇത്ര ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓടിച്ച് ഞാൻ ഒരു ചെറിയ ജോലി ഒരുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ എഡിറ്റിംഗ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഈ വീഡിയോയിൽ മാത്രമാണോ ഞാൻ ഈ ഗെയിമിൽ മാത്രമാണോ എഡിറ്റിംഗ് ചെയ്യാത്തതെന്ന്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ നേരം വീഡിയോ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യില്ല, അങ്ങനെയാണ്. വെറുതെ അങ്ങ് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ കാശ് കളയാൻ പറ്റില്ല. എൻ്റെ ഫോട്ടോസ് കളയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് സ്റ്റോറേജ് ആണത്. നമ്മൾ 20,000 എത്തിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഏതായാലും എത്തിയിട്ടില്ലല്ലോ. ഏതായാലും എത്തിച്ചേർന്ന് ഞാൻ ഈ വീഡിയോയുടെ ചെയ്യുന്നു ഞാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു 1000 എത്തിക്കാൻ ശ്രമിക്കാൻ വേണ്ടി നോക്കട്ടെ. പറ്റുമായിരിക്കും, കാരണം ഈ ഗെയിമിൻ്റെ ഒരു 10 എത്തിക്കാൻ വേണ്ടി നോക്കണം. രക്ഷപ്പെട്ട് 1000 വരെ എത്തിക്കണം. അയ്യോ കാറുകാരൻ ആ ട്രക്കിൻ്റെ ആണ്. അയ്യോ രക്ഷപ്പെട്ട്. ഓക്കെ, അവിടെ വേറെ വണ്ടി കയറി പോകുന്നതുണ്ട്. ഇവന്മാർ ഞാൻ അയ്യോ പണ്ട് മൈ ഗാഡ്.
ഓ നമ്മൾ 20 വരെ എത്തിച്ച്. അപ്പോൾ ഗൈസ് ആ സ്നോയി ഭയമൊക്കെ മേടിക്കുന്നത് നമ്മൾ വേറെ വീഡിയോയിലേക്കും ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എത്തിയുള്ളൂ. ബൈ ബൈ.